ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഓയിലാണ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഒനിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൊണ്ട് സോസേജിന് ഓൾറെഡി ഉപ്പുള്ളതാണ്, അപ്പോൾ നമ്മൾ ഈ ചേർക്കുന്ന സവാളയ്ക്ക് മാത്രം ഉപ്പ് ആവശ്യമുണ്ടാകും. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മസാല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം ഞാനിതേ ചേർത്തത്. പിന്നെ നമ്മൾ സോസേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ മസാല നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസേജ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ബ്രെഡ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ സെൻറ്റർ കണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡും സെൻറ്ററും സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കടായി വെച്ച് പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ കൂടെ നമ്മുടെ സൈഡ് മാത്രം കട്ട് ചെയ്ത ബ്രെഡിൻ്റെ സൈഡ് മാത്രം ഉണ്ടല്ലോ, അതാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലോട്ട് സോസേജ് പീസുകൾ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും അത് ഓവർഫ്ലോ ചെയ്തൊന്നും പോകരുത്. കറക്റ്റ് ആ കട്ടിങ്ങിനകത്ത് തന്നെ വരുത്തണം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, നിങ്ങൾക്ക് പച്ചമുളക് വേണേൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിയാണ്ടർ ലീഫാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബ്രെഡിൻ്റെ സെൻറ്റർ പോർഷൻ അതിൻ്റെ പുറത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നല്ലപോലെ അത് പ്രസ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കപ്പം മറ്റേ സൈഡ് ഇപ്പം മൂത്തിട്ടുണ്ടാകും. ഇന്നത്തെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഈ സൈഡ് വന്നിട്ടുണ്ട്. അങ്ങനെ 2 സൈഡ് ഇപ്പോൾ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസേജ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളിന്ന് തയ്യാറാക്കി നോക്കിയിടുന്ന അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും